മണിച്ചേട്ടനൊരു ഈ പരിപാടിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പല നടന്മാരുടെയും ബയോഗ്രഫി അല്ലെങ്കിൽ അവരെന്താണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് നെറ്റിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കേണ്ടി വരും. എനിക്ക് അങ്ങനെ ആവശ്യമില്ല, എനിക്കൊരു ഷെയ്ക്കൻഡ് തന്നാൽ മതി, എൻ്റെ കൈയുടെ അകത്തുണ്ട് ഞാൻ ആരാണ് എന്നുള്ളത്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ പ്രസിദ്ധ ചേച്ചിയുടെ കയ്യിൽ ഉണ്ട്, അതായത് കല്ല് അടിച്ചു പരത്തിയതിന്റെയും തയമ്പുണ്ട് എന്നുള്ളത്. ഈ അനുഭവങ്ങൾ നമ്മുടെ ശക്തിപ്പെടുത്തിയതിൽ വലിയ പങ്കുണ്ട് അല്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന കാലത്തെ വാടകയ്ക്ക് ഒരു 10 വർഷത്തോളം വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. കഴിഞ്ഞ കൊല്ലമാണ് ഒരു വീട് പണിതത്. ഈ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ചുമരുമ്പോ എൻ്റെ മോൻ വരച്ച ഞാൻ പറയും, മോനെ വല്ലവരുടെ വീടാ വരയ്ക്കരുത്, മോനെ ഇവിടെ വരയ്ക്കരുത്, ഇത് പൊട്ടിക്കരുത്. പോകുമ്പോൾ അച്ഛനൊരു ബില്ല് വരും. കാരണം അഗ്രിമെന്റിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ ഇവിടെ താമസം മാറി പോകുന്ന സമയത്ത് പൊട്ടിക്കുന്ന ടൈലുകളുടെയും നശിപ്പിക്കുന്ന ഭാഗങ്ങളുടെയും ഒരു കോമ്പൻസേഷൻ എനിക്ക് തരണം എന്ന് കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ എഴുത്ത് വായിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ മോനോട് പറയാം, അവിടെ തുടരുത്, ഇവിടെ തുടരുത്. ഇന്ന് എനിക്ക് എൻ്റെ മോനെ നീ എവിടെ വേണമെങ്കിലും തൊട്ടോടാ, അത് നിന്റെ അച്ഛൻ്റെ എന്ന് പറയാനുള്ള ഒരു അധികാരത്തിലേക്ക് ഞാൻ ഇരിക്കണുണ്ടെങ്കിൽ നാളെ ഒരു രോഗം വന്നതൊക്കെ പോട്ട് വിഷ്ണു, അത് പറയണം. ഇപ്പൊ കലാകാരന്മാർക്ക് വരാവുന്ന ഏറ്റവും വലിയൊരു രോഗം, അതിപ്പോ ഇത് ഈ പോയിന്റ് അവസാനിപ്പിക്കട്ടെ, ഞാനത് പറയാനൊരു വീട് എനിക്ക് ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം കുതിക്കണോണ്ടാണ്. മനസ്സിലായി? എൻ്റെ പഠിപ്പ് പോലും 11 മണിക്കൂർ ഒരു ദിവസം യാത്ര ചെയ്തിട്ട് പഠിച്ചാളാണ് ഞാൻ. ഒരു ദിവസം 11 മണിക്കൂർ യാത്ര ചെയ്യും. ഒരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടോ? ചെയ്യണവരുണ്ടെങ്കിൽ പറയണോട്ടാ, ചെയ്യണവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹാറ്റ്സ് ഓഫ് ആണ്. വിഷ്ണുവിന് പറ്റുമോ അത്? 11 മണിക്കൂർ യാത്ര ചെയ്തിട്ട് കോളേജിൽ പോയിട്ട് തിരിച്ച് പരിപാടിക്ക് പോണത്, വന്ന് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങല്ല. ഇത് കേരളവർമ്മയാണോ പറയണത്? അല്ല, ഞാൻ MA പഠിക്കുന്ന സമയത്ത് വടകരയ്ക്ക്, വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വടകരയ്ക്കുള്ള ദൂരം 5.5 മണിക്കൂറാ. ഈ 5.5 മണിക്കൂർ പരശുറാം എന്ന് പറയുന്ന ഒരു ബസ്സിൽ രാവിലെ 5:20 കയറിയിരുന്ന ഞാൻ അവിടെ എത്തുന്ന സമയം ആലോചിച്ചേക്ക് ഒറ്റോട്ടാണ് രജിസ്റ്റർ ഒപ്പിടാനായിട്ട്. കാരണം 10:40 കഴിയുമ്പോൾ 11 മണിക്ക് ആ ഒരു ക്ലോക്ക് അടിക്കുന്ന സമയത്ത് രജിസ്റ്റർ എടുത്ത് വെക്കുക. അതിനുള്ളിൽ എനിക്ക് ഒപ്പിട്ടാലാണ് കണ്ടനേഷൻ അടയ്ക്കാണ്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ 11 മണിക്കൂർ യാത്ര ചെയ്ത് ഫോക്ലോറിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2nd റാങ്കും JRFും നെറ്റ് ഒരു ഒറ്റ കുത്തിനെ എഴുതിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ വിഷ്ണുവിന് മുന്നിലിരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലേക്ക് നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലായ്മയെന്ന് ഉണ്ടാക്കി തുടങ്ങണം. ഒന്നുമില്ലായ്മയെന്ന് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഒന്നുമില്ലാണ്ടായാലും ഒന്നും തോന്നില്ല, പിന്നെ ഉണ്ടാക്കാലോ. മനസ്സിലായ? ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു വീട് ഞാൻ പറഞ്ഞു, ഭയങ്കര അഭിമാനമാണ്. ഇത് വീട് താമസിച്ചതിൻ്റെ അന്ന് രാത്രി എൻ്റെ മനുവായിട്ട് ഞങ്ങളുടെ ഹാളിലൊരു കിടപ്പ് കിടന്നു. സത്യമായിട്ട് ആ വീടിൻ്റെ ഹാളിൽ കിടന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ മനുവായിട്ടാണ്, നമ്മുടെ വീട് മനുവായിട്ടാ, നമ്മുടെ വീട്, ഞങ്ങളുടെ രണ്ടാളുടെ വീടാണത്. മനസ്സിലായി? ആ വീട് നാളെ ഒരു വയ്യായി വന്ന് വിൽക്കണം. കാരണം കലാകാരന്മാർക്ക് ആ പോയിന്റിലേക്ക് വരാം. കലാകാരന്മാർക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ ആരും പേടിപ്പിക്കല്ല. കൃത്യമായ ഭക്ഷണമില്ല. വെളുപ്പിന് 4 മണിക്കൊക്കെ ചെന്ന് കിടന്ന ഞാൻ എനിക്കെന്ത് ഉച്ച കഴിഞ്ഞ് 2:30-3 മണിക്കാണ്. ഈ സമയത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പോണില്ല. ഡീഹൈഡ്രേഷൻ്റെ ഉസ്താദാണ് ഞാൻ. മനസ്സിലായി? ആ സമയത്ത് ആമാശയം ഇങ്ങനെ കൊതിക്കേണ്ടോ, എന്തെങ്കിലും ഒന്ന് വന്നെങ്കിൽ ദഹിപ്പിക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം സ്റ്റേജിൽ കയറുമ്പോൾ ആവതുണ്ടാവില്ല, സ്പ്രിങ് പോലെ ചാടാൻ പറ്റില്ല. ഒരു സ്റ്റേജിൽ സ്പ്രിങ് പോലെ ചാടിയില്ലെങ്കിൽ 10 സ്റ്റേജ് എനിക്ക് നഷ്ടപ്പെടും. കാരണം ആ സ്റ്റേജ് കാണാൻ പല ഏജൻസ് വരും, പല കോർഡിനേറ്റർമാർ വരും. ഈ ജനങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് പല സ്റ്റേജുകൾ എനിക്ക് കിട്ടേണ്ടതാണ്, കിട്ടാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റി വെച്ചിട്ടാണ് കിടന്നുറങ്ങണത്. മനസ്സിലായി? അപ്പോൾ വരുന്ന രോഗങ്ങളൊന്നും ആലോചിക്കും. ഒന്ന് മെയിനായിട്ട് അൾസർ, രണ്ടാമത് കിഡ്നി ഇടിച്ചു പോകും വെള്ളം കുടിക്കാണ്ട്, മൂന്നാമത് ഭക്ഷണമില്ല. മനസ്സിലായ? ഇതെല്ലാം കൂടി വരുമ്പോൾ കലാകാരന്മാർക്ക് വരാൻ പോകുന്ന മാരക രോഗങ്ങളാണ്, ചെറിയ രോഗങ്ങളൊന്നുമല്ല. പുറത്തെ ഭക്ഷണമാണ് ഫുള്ള്. നമ്മൾ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹോട്ടൽ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പോണത്. അപ്പൊ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ആശുപത്രി കൊണ്ട് കളയാൻ അധികം നേരമൊന്നുമില്ല. മതി. സിനിമാ സംഗീതത്തിലേക്ക് കൂടി വരണമല്ലോ. അപ്പോൾ സിനിമാ സംഗീതത്തിൽ സിനിമയിൽ പാടിയിട്ടുള്ള നാടൻ പാട്ടുകളുടെ വൈബുള്ള പാട്ടുകളുണ്ട്. ഉള്ളല്ലേരി എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കൂ, നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ആളുകൾ തുടങ്ങുന്നത് ഇപ്പോൾ വേൽമുരുക ഹരോഹരയിലാണെങ്കിലും ആ സെറ്റ് ഓഫ് പാട്ടുകളിൽ ഒരു പ്രസിദ്ധേച്ചിയുടെ പാട്ടുണ്ട് ഉള്ളേരി എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയ ഓളം, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഉള്ള ഇഷ്ടം, അതിനുള്ള വ്യൂസ് ക്രോർസ് ആണ്. അതിനുള്ള വ്യൂസ് പുറത്തുള്ള അതിന്റെ റിയാക്ഷൻസ് ചെയ്യണ പോലും കുറെ പുറത്തുള്ള ഫോറിനേഴ്സൊക്കെ അത് കണ്ടിട്ട് വൈബ് ചെയ്യുന്ന ഒരുപാട് വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. ശരിക്കും ആ പാട്ട് അവിടെ ലഭിച്ചത് പോലും പ്രത്യേകിച്ച് അങ്ങനെ വേറെ വർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക സമയത്താണെന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്ങനെ ഈ ഉള്ളേരി എന്നുള്ള പാട്ടും ആ പാടാൻ പോയ ദിവസവും അതൊക്കെ ഓർമ്മയുണ്ടോ? ഈ കൊറോണ അനുഭവിച്ച് വന്ന കുറെ കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് എന്ത് തന്നെ കണ്ടാലും ഭയങ്കര ബ്ലിങ്കസി ഒന്നും ആവില്ല. കാരണം ഏറ്റവും പട്ടിണിയുടെ ഏറ്റവും താഴത്തെ ലെവലിൽ എത്തിയിട്ടാണ്
പിന്നെയാണ് അന്നം മുട്ടാണ്ട് ജീവിച്ചു പോണത്. അതായത് ഒരാൾ മരിച്ച് ജീവിക്കാന്ന് പറയില്ലേ, ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പല കലാകാരന്മാരും കയറി വന്നത്. കാരണം ലോണുകൾ മൊത്തം മുടങ്ങി. വാടക വീടാണെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ 3 കൊല്ലത്തെ വാടകയാണ് ഞാൻ അടയ്ക്കാണ്ട് കിടന്നത്. ആ 3 കൊല്ലം അപ്പൊ എല്ലാവരും ചോദിക്കും അത്ര നാളും പരിപാടി ഉണ്ടായത് എന്ത് ചെയ്തു എന്ന്. അത്ര നാളും പരിപാടി ഉണ്ടായിരുന്ന കാശ് കൊണ്ടാണ് അപ്പുറത്തെ സ്ഥലം വാങ്ങിയത്. ആ സ്ഥലം വാങ്ങിയിട്ടോട് കൂടി ആകെ ദരിദ്രമായി പോയി. സമയത്താണ് എള്ളുള്ളേരി വരണേ. എള്ളുള്ളേരി വന്നിട്ട് എറണാകുളത്തേക്ക് പോണ കയ്യില് 10 കാശുണ്ടാ. അവസാനം ഞാൻ എൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ, അമ്മയുടെ ചികിത്സകൾ മൊത്തം നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമ്മളാണ് ചെയ്യണേന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അമ്മ മക്കളൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ തുകയൊക്കെ എടുത്ത് വെക്കും. എടുത്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ അത് എടുത്തിങ്ങോട്ട് തരും. വീട്ടിലുള്ളവർ ഇപ്പൊ ചിലപ്പോൾ അറിയും ഇന്റർവ്യൂ ഉണ്ടായി അവർ കാണാണ്ട് അമ്മ പതുക്കെ പെൻഷനൊക്കെ കിട്ടില്ല. അതും പിന്നെ കുടുംബശ്രീയിൽ വെക്കുന്ന കാശിന്റെ ചില ലോണുകളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഇങ്ങനെ തരും. ഇത് കൊണ്ടുപോയി അടക്കിയിട്ട് മോളെ ഇതങ്ങനെ ചെയ്യട്ടോ, മനോജ് അറിയണ്ട. അപ്പോഴമ്മ അതാ പറയാം മനോജ് അറിയണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ തരിക. ഈ പൈസ എടുത്ത് വെച്ച് ഒരു മരുന്ന് മേടിക്കാൻ തന്ന പൈസയിൽ ഒരു 700 രൂപ ബാക്കി ഉണ്ടായിരുന്നു. 2000 രൂപ വന്നിട്ട് 1300 ആയുള്ളൂ. 700 രൂപ ബാക്കി ഉണ്ടായി. ആ 700 രൂപയ്ക്ക് ഞാൻ തറവാട്ടിൽ എൻ്റെ അമ്മോട് പറഞ്ഞു, അമ്മ ഈ 700 രൂപയ്ക്ക് ഒന്ന് എറണാകുളത്ത് പോവുകയാണെങ്കിൽ ഒരു സിനിമാ പാട്ട് കിട്ടും, ഇന്ന് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മ നീ അത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ കാശ് കൊണ്ടാണ് ഞാൻ എറണാകുളത്ത് പോയി പാടുന്നത്. ജസ്റ്റിൻ്റെ അവിടെ സ്റ്റുഡിയോയിൽ പോയി പാടുന്നത്. അങ്ങനെ കിട്ടിയൊരു പാട്ടാണ്. അതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മയുടെ എന്താ പറയുക അധ്വാനമാണ്. ഒരു ലെവലിലെത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഭവമാണ് ഈ അഹങ്കാരം തോന്നുക എന്ന് പറയുന്ന ഒരു ഏരിയ. അതെ 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 ഉണ്ട്. അതിലൂടെ കടന്നു പോയിട്ടുണ്ടോ? മൊത്തം ഈഗോ കൊണ്ട് നിറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ പൊന്നെ, ഞാൻ ചില പരിപാടി സ്ഥലത്ത് ചെന്നല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. വിഷ്ണു ചോദിച്ചത് നന്നായിട്ടാ. കഴിഞ്ഞ ദിവസം പരിപാടി സ്ഥലത്ത് ചെന്നപ്പോ ഉണ്ടല്ലോ ഒരു കുട്ടി പാടാണ്ട്. എവിടെ നിന്ന്? അബുദാബിയിൽ പയ്യന്നൂരിൽ ഒരു പാട്ടുകാരുണ്ടായി പാടാൻ. അപ്പൊ ഞാൻ പേരൊന്നും പറയണില്ല. എയർപോർട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എല്ലാവരും ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവരൊക്കെ വരണം നോക്കിയിരുന്നിട്ടാണ്. അവരിങ്ങോട്ട് വന്നൊക്കെ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. കുറെ നാൾ കൂടിയൊക്കെ കാണുമ്പോൾ ഉണ്ടാവണേ ഒരു നീളത്തിലൊരു പയ്യനുണ്ടായിരുന്നു. പേര് ഞാൻ പറയണേ ഇല്ല കേട്ടോ. നടന്നിങ്ങോട്ട് പോയി വണ്ടിയിൽ കയറി കുറച്ചു നേരം തമാശ. കുറെ കാലം കൂടി കാണുമ്പോൾ പോട്ടൂല തമാശകൾ. ആ കഥ അറിഞ്ഞോ, നിങ്ങൾ ഇതറിഞ്ഞോ അതറിഞ്ഞോ, ചിരിച്ച് പിറ്റേ ദിവസം പാട്ട് പാടാൻ പറ്റുമെന്ന് പേടിയായി തുടങ്ങി എനിക്ക്. അമ്മാര് ചിരിച്ച് ഹോട്ടലിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് മോനെ വാടാ കയറിടാ പെട്ടിരിക്കടാ ഉണ്ണിയാ പറഞ്ഞിട്ട് ഞാനിത് പറയണ സമയത്ത് ആ കുട്ടി എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ബ്രോഷറിലെ ഫോട്ടോസും ഒക്കെ കാണുന്ന സമയത്ത് ചേച്ചിക്ക് ഭയങ്കര ഹുങ്കെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരാളുടെ ഫോട്ടോ നോക്കിയിട്ട് ഒരാളുടെ സ്വഭാവം ഇളക്കാൻ പാടുണ്ടോ? മനസ്സിലായി. അപ്പൊ ഈ കുട്ടി ഇത് പറഞ്ഞ വഴിക്ക് ഞാൻ പറഞ്ഞു, മോൻ ഇത് എങ്ങനെ വിലയിരുത്താം? ഇനി വരുന്ന തലമുറയ്ക്ക് കവിത, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, കവിത പാടാൻ പോയിട്ട് ഇറങ്ങിയിട്ട് വാതിലിന്റെ മുന്നിൽ നിന്നപ്പോൾ കുറെ പേര് നടന്നുകൊണ്ട് അതിലൊരു സാറ് എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആളെ ഞാൻ പിന്നീട് കണ്ടാൽ പോലും എനിക്ക് അറിയാൻ പാടില്ല. പുള്ളി എന്നോട് പറഞ്ഞു, കുറച്ച് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രസീത എവിടെ എത്തിയേനെ? ഒരു ചോദ്യം ചോദിച്ചു. ആ സമയത്ത് കലാമണ്ഡലത്തിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ട് 2nd ഇയർ ആയിട്ടുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ UGC ഫെലോഷിപ്പ് മേടിച്ചിട്ട്. മനസ്സിലാക്കണം, കേന്ദ്ര ഗവൺമെന്റ് UGC ഫെലോഷിപ്പ് മേടിക്കുന്ന കലാമണ്ഡലത്തിലെ ഒരേ ഒരു സ്റ്റുഡന്റ് ഞാനാണ്. ആദ്യത്തെ സ്റ്റുഡന്റ്. JRF കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റുഡന്റ് ഇൻ കലാമണ്ഡലം ഞാനാണ്. ഇതിൽ നിൽക്കുന്ന സമയത്താണ് എന്നോട് ഇദ്ദേഹം ഞാൻ പാടിയിട്ടുണ്ട് ഇറങ്ങി വരുമ്പോൾ ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ പ്രസീത എവിടെ എത്തിയേനെന്ന് ചോദിച്ചത്. മനസ്സിലായ? അദ്ദേഹം അളന്നത് എന്തായിരിക്കും? വിഷ്ണു തന്നെ പറയൂ, എന്തായിരിക്കും അദ്ദേഹം ആ മാനദണ്ഡം വെച്ചിട്ടുണ്ടാവുക? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാ. ഏത്? നിറവും പൊക്കവും അപ്പിയറൻസും ഇതൊക്കെ തന്നെയാണ്. ഇതെന്തിനാ നമ്മളൊരു വ്യക്തിനെ നമ്മളെന്തിനാ അങ്ങനെ അളക്കണേ? അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ വിചാരിക്കണേ എത്ര ആളുകൾ എത്ര പാവങ്ങളാണെന്നറിയോ? പക്ഷെ അഹങ്കാരം എനിക്ക് വരാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. രോഗത്തെ ഞാൻ ഭയക്കുന്നു. അസുഖം എന്നും പ്രസീത പേടിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് അസുഖമാണ്. വേറെ ഒരാളും പ്രസീത പേടിക്കില്ല, ഒരാളും പേടിക്കില്ല, ആരും എന്ത് പറഞ്ഞാലും പേടിക്കില്ല. പക്ഷെ അസുഖം ഞാൻ പേടിക്കും. വരാൻ പോകുന്ന അസുഖം മാരക രോഗമാണെങ്കിൽ നാളെ എൻ്റെ കൂടെയുള്ള കലാകാരന്മാർ ബക്കറ്റ് പിരിവെടുത്തേണ്ടി വരും. പ്രസീത ചാലക്കുടിക്ക് ഇങ്ങനെ വലിയൊരു രോഗമുണ്ട്, ദയവ് ചെയ്ത് തരൂ. പാട്ടുപാടി എൻ്റെ കൂടെയുള്ള കലാകാരന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരും. ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ജനത തന്നെയാണ് കലാകാര ജനത. കാരണം ഒരു കലാകാരൻ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നു പോയിന്ന് കണ്ടാൽ കയ്യിലുള്ളത് മുഴുവൻ ഇറക്കാൻ തയ്യാറാണ് ഞങ്ങൾ കലാകാര സംഘം. അവരേ ഉണ്ടാവുള്ളൂ.